पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशं मनिशं हृदि भावयामि. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്ത 65ാമത്തെ ദശകത്തേക്ക് നമ്മള് പോകണം. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നാരായണീയത്തിലാകട്ടെ ഭാഗവതത്തിലാകട്ടെ 5 അധ്യായങ്ങളിൽ ഭാഗവതത്തിൽ പറഞ്ഞത് 5 ദശകങ്ങളിലായി നാരായണ ഭട്ടതിരി അവതരിപ്പിച്ചു. അതിനെ നമ്മൾ രാസപഞ്ചാധ്യായി, രാസലീല എന്ന പേരിട്ടാണ് വിളിക്കാറ്. അതുകൊണ്ട് രാസപഞ്ചാധ്യായിയാണ്. ആ പഞ്ചാധ്യായി തന്നെ പഞ്ചദശകത്തിൽ തന്നെയാണ് നാരായണ ഭട്ടതിരിയും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇതില് എന്താണ് എന്ന് പറഞ്ഞാൽ, കാമാസക്തിയെ എങ്ങനെ പ്രേമപ്രസരമാക്കി തീർക്കാം എന്നാണ് കാണിച്ചത്. കാമാസക്തിയെ പ്രേമപ്രസരമാക്കി തീർക്കാൻ എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെ, പരമാത്മാവ് എപ്പോഴും അരൂപിയാണ്. പക്ഷെ അരൂപിയാണെന്ന് പറഞ്ഞില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ തദിഹ പശുപരൂപീ. അല്ലെ, അങ്ങിപ്പോ ഗോപാലകൃഷ്ണ സ്വരൂപത്തിലെ പരമാത്മാവായിട്ട് നടക്കുന്നു എന്നാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പൊ അരൂപിയായ പരമശിവൻ, അതാണ് നിഷ്കള ബ്രഹ്മനായ പരമേശ്വരൻ, സാക്ഷാൽ ഭഗവാൻ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്തു? സകല രൂപമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ വികാര നിർഭരമായി സ്നേഹിച്ച് ഭഗവാനെ വശത്താക്കാൻ സാധ്യമല്ല. അതേസമയം ബ്രഹ്മത്തിനെ അറിഞ്ഞാലേ ജീവിത സാഫല്യമുള്ളൂ. അല്ലെ, ജീവിതം നമ്മളെ ജനിപ്പിച്ചപ്പോ തന്നെ ബ്രഹ്മദേവന് സന്തോഷം ഉണ്ടായിട്ടേ. കാരണം എന്താണ്? ബ്രഹ്മാവലോക ദിഷണം മുതമാപദേവ. ബ്രഹ്മത്തിനെ കാണാൻ ഇവന് സാധിക്കും എന്ന് പറഞ്ഞപ്പോഴാണ്, അന്ന് തോന്നിയപ്പോഴാണ് ബ്രഹ്മദേവന് പോലും സന്തോഷം ഉണ്ടായത് അത്രേ. അപ്പൊ ബ്രഹ്മസാക്ഷാത്കാരം കൊണ്ടേ ജീവിതം സഫലമാവുകയുള്ളൂ. എല്ലാവർക്കും ജീവിത സാഫല്യമാണ് ആഗ്രഹം. ആ ജീവിത സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് ഓരോന്നിനെയും ആഗ്രഹിക്കുന്നതും അതൊക്കെ നേടിയെടുക്കുന്നതും. അപ്പൊ ജീവിത സാഫല്യം എന്നുള്ളത് എല്ലാവരുടെ മുമ്പിലുമുള്ളതായ വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ആ ചോദ്യചിഹ്നം ഉള്ളാവണമെങ്കിൽ എന്ത് വേണം? ബ്രഹ്മസാക്ഷാത്കാരം വേണം. അതുകൊണ്ട് ബ്രഹ്മത്തെ നമുക്കൊന്നും വിഭാവനം ചെയ്ത് ആ ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തു? കൃഷ്ണനെ ആകർഷകവും സുന്ദരവുമാക്കി. ആ കൃഷ്ണനെ തന്നെ, അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, പശുപരൂപി ത്വം ഹി പരാത്മാ എന്ന് മുമ്പേ ഒരു വാക്ക് പറഞ്ഞു വെച്ചു. പശുപരൂപിയായിട്ട് പരമാത്മാവായിട്ടുള്ള ഗോപാലകൃഷ്ണ സ്വാമിയായിട്ട് ഇവിടെ വർത്തിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഗോപാലകൃഷ്ണ രൂപനാക്കി ആ കൃഷ്ണനെ കൊണ്ട് ഗോപികമാർ ആവേശത്തോടുകൂടി ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് സമീപിപ്പിക്കുന്നതാണ് ഈ രാസലീല. അതിന് കാരണമായ ഒരു പശ്ചാത്തലമൊക്കെ വേണം. ആ പശ്ചാത്തലമൊക്കെ പ്രകൃതി തന്നെ ഒരുക്കി കൊടുത്തു. പോരാത്തതിന് മനോഹരമാവണ്ണം ഓടക്കുഴൽ ഊതി. ആ ഓടക്കുഴലിന്റെ നാദം കേട്ട് എല്ലാവരും അവനവന്റെ ജോലികളൊക്കെ വിട്ട് എല്ലാവരും അതിലാകൃഷ്ടരായിട്ട് ഭഗവാനെ കാണാനായിട്ട് പുറപ്പെട്ടപ്പോ എന്താ, ഞാൻ പോകുന്നത് വേറൊരാൾ അറിയരുത്, ഞാൻ പോകുന്നത് വേറൊരാൾ അറിയരുത് എന്നുള്ള തൊത്രപ്പാടിലാണ് അത്രയും ഗോപികമാരൊക്കെ അവിടെ എത്തിയത് എന്ന്. ആ ഭാഗത്തിനെയാണ് ഈ 65ാമത്തെ ദശകത്തിൽ വർണ്ണിക്കുന്നത്. ശരിക്ക് 5 ദശകവും കൂടി ചേരുമ്പോഴാണ് രാസക്രീഡ കംപ്ലീറ്റ് ആവുക. അപ്പൊ ആദ്യമേ പറഞ്ഞു ഗോപീജനായ കഥിതം എന്ന് പറഞ്ഞ ഒരു ശ്ലോകം പറഞ്ഞു. ഗോപീജനങ്ങളോട് പറഞ്ഞു, അതാണ് തുടങ്ങണത്. ഗോപീജനങ്ങളോട് എന്താ പറഞ്ഞത്? ഞാൻ നിനക്ക് വരാം. എന്താണ് കാര്യം? തീർച്ചയായിട്ടും യമുനാപുളിനെ വദിതാരഹ തവ യോഗ്യമുത്തരം എന്ന് പറഞ്ഞു. യമുന നദീതീരത്ത് സ്വചന്ദ്രികാഹ ക്ഷണദാഹ, നിലാവിൽ കുളിഞ്ഞ രാത്രികള്, ഉത്തരം വദിതാരഹ, നിങ്ങൾക്ക് ഇതിനു മറുപടി പറഞ്ഞു തരും എന്ന് ഭഗവാൻ വാക്കു കൊടുത്തിട്ടുണ്ട്. ക്ഷീരഗ്രഹണം നടത്തിയ സമയത്ത്, വസ്ത്രാപഹരണം നടത്തിയപ്പോ വസ്ത്രങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഭഗവാൻ ഒരു വാക്കു കൊടുത്തു. എന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി നല്ല പൂനിലാവത്തെ രാത്രികൾ പറഞ്ഞു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്.
അല്ലെ? അതായത് അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ രമിക്കാം എന്ന് ഭഗവാൻ വാക്ക് കൊടുത്തിട്ട് പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വസന്ത തിലകം എന്ന വൃത്തമാണ് ദശമത്തിലെ 29ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 16 ശ്ലോകങ്ങളാണ് ഈ ദശകത്തിൽ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമധ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാ വനാന്തേ. ഭാഗവതത്തിൽ പറഞ്ഞു, ഭഗവാൻ അവിതാരാത്രീഹി ശരദോദ്ഫുല്ല മല്ലികാഃ വീക്ഷ്യ ഗ്രന്ഥും മനശ്ചക്രേ യോഗമായാമുപാശ്രിതഃ എന്നാണ് തുടങ്ങിയത്. ഭഗവാൻ ആ നല്ല നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി കണ്ടപ്പോഴേ ഗോപികമാരുമായിട്ട് രമിക്കാൻ അങ്ങയുടെ മനസ്സിൽ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം. ഇവിടെ പറയുന്നു ഗോപീജനായ കഥിതം, ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വം അധ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയഃ മുരളികാം യമുനാ വനാന്തേ. എന്തുണ്ടായത്? നിയമാവസാനം ഒരു കാത്യായനി വ്രതമൊക്കെ അനുഷ്ഠിച്ചു ഗോപികമാര്, അല്ലേ? ആ കാത്യായനി വ്രതം അനുഷ്ഠിച്ച സമയത്ത് നിയമത്തിന്റെ അവസാനത്തില് പറഞ്ഞു, നിങ്ങൾക്ക് നിയമച്യുതി ഉണ്ടാകാതിരിക്കണമെങ്കിൽ എല്ലാവരും മുകളിൽ വന്ന് എന്നിൽ നിന്നും വസ്ത്രം വാങ്ങിച്ചു കൊള്ളാം. അവരങ്ങനെ ശരീരാഭിമാനം പൊടിഞ്ഞ് ഭഗവാന്റെ അടുത്ത് മുമ്പ് വന്ന് അഭ്യർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ കാത്യായനി വ്രതം അനുഷ്ഠിച്ചത്? അങ്ങനെയുള്ള ഞാനുമായിട്ട് രമിക്കാൻ നിങ്ങളോടൊപ്പം രമിക്കാം, അതിനുള്ള മറുപടി രാത്രികൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പറയാണ് നിയമാവസാനേ. ആ കാത്യായനി വ്രതം അവസാനിച്ച അന്ന് ഗോപീജനായ കഥിതം, ഗോപീജനങ്ങളോടായി പറയപ്പെട്ടിട്ടുള്ളത്. എന്താണ് പറയപ്പെട്ടിട്ടുള്ളത്? ഞാൻ നിങ്ങളോടൊപ്പം രമിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മാരോത്സവം, മാരെന്ന് വെച്ച കാമദേവനാണ്. ഇവിടെ മാരോത്സവം സാധയിലും രാസക്രീഡ എന്നുള്ള ഉത്സവത്തെ നിറവേറ്റുവാനായി പ്രവൃത്തഃ ഒരുപെട്ടു. ഭഗവാൻ അവർക്ക് കൊടുത്ത വാക്ക് അത് അന്വർത്ഥമാക്കാൻ പുറപ്പെട്ടു. എന്താണ് അവർക്ക് കൊടുത്ത വാക്ക്? സചന്ദ്രികാഹ ക്ഷണദാഹ വദിതാരഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല നിലാവിൽ കുളിച്ച രാത്രികൾ നിങ്ങൾക്കുള്ള ഉത്തരം വദിതാരഹ, മറുപടി പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ നിങ്ങളോടൊപ്പം രമിക്കും എന്ന് പറയാതെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം സാധയിതും നിറവേറ്റുവാനായി പ്രവൃത്തഃ ഒരുങ്ങിയത്രേ ഭഗവാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സാന്ദ്രേണ ചാന്ദ്രമഹസ. സാന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാന്ദ്രം എന്നുള്ള വാക്ക് തിക്ക്, അല്ലെ? തിക്കായിട്ടുള്ളത്. സാന്ദ്രേണ എന്ന് പറഞ്ഞ നല്ല, അതിന്റെ ഇടയിൽ ഒരു കറുത്ത വരി പോലും ഇല്ലാന്നർത്ഥം. സാന്ദ്രേണ ചാന്ദ്രമഹസ, ചന്ദ്രനെ സംബന്ധിച്ച തേജസ് തിക്കായിട്ട് വ്യാപിച്ചിരിക്കുക എന്ന് വെച്ചാൽ അത്ര നിലാവിൽ കുളിച്ച് നിൽക്കുന്നു, അവിടെ ഇരുട്ടിന്റെ അംശമേ ഇല്ല. അതാണ് പറയാൻ കാരണം. സാന്ദ്രേണ ചാന്ദ്രമഹസ, തെളിഞ്ഞ നിലാവ്. ആ നിലാവിൽ ശിശിരീകൃതാശേ എന്ത് ചെയ്തു? ശിശിരീകൃതാശേ യമുനാവനാന്തി. ശിശിരീകൃതം തണുപ്പുള്ളതാക്കി ചെയ്യപ്പെട്ടു. ആശകള് മുഴുവൻ, ദിക്കുകള് മുഴുവൻ തണുപ്പുള്ളതാക്കി തീർത്തു. എവിടെയുള്ള ദിക്കുകള്? യമുനാവനാന്തേ. യമുനാ നദിക്കരയിലുള്ള കാനന പ്രദേശം ആകെ തണുത്തു നിൽക്കുന്നു. ആ സമയത്ത് നല്ലൊരു എൻവയറമെന്റ് ഉണ്ടാക്കി എന്നർത്ഥം. നല്ല നിലാവിൽ കുളിച്ച് ചന്ദ്രിക മുറ്റി നിൽക്കുന്നതായ നിലാവുള്ള രാത്രി, സർവ്വയിടവും തണുപ്പിന്റേതായ ആ തണുപ്പ്, എല്ലായിടത്തും കുളിർമയുള്ളതായിട്ടുള്ള ആ യമുനാ തീരം, അങ്ങനെയുള്ളതായ സ്ഥലത്ത് മുരളികാം, തന്റെ കയ്യിലുള്ള ഓടക്കുഴലിനെ പ്രാപൂരയഹ, ഉടലി ആ ഓടക്കുഴലിനെ വിളിച്ചു എന്ന് പറഞ്ഞാ പോരാന്ന് വെച്ച് പ്രാ എന്നും ആ എന്നും രണ്ടു ഉപസർഗ ചേർത്തു. പ്രാപൂരയഹ എന്ന് പറഞ്ഞു. അതായത് ആ ഓടക്കുഴൽ അങ്ങോട്ട് ഊന്നി വിളിച്ചു കുറെ ദൂരത്തേക്ക് ആ ഓടക്കുഴലിന്റെ നാദം കേൾക്കണം. അതിനുവേണ്ടി ഭഗവാൻ അവിടെ ഓടക്കുഴൽ എടുത്ത് വിളിച്ചു എന്ന്. അപ്പൊ അതിന് എന്തൊക്കെയുണ്ട്? ഒരു ഉദ്ദേശമാണ്, പ്രവൃത്തനായിട്ടാണ്. എന്തിനാണ് പ്രവൃത്തത്?
മാരോത്സവം സാധയിതും പ്രവൃത്ത. അവരുടെ രാസക്രീഡാ ഉത്സവത്തെ നിറവേറ്റിക്കൊടുക്കാനാണ് വരുമ്പെട്ടത്. എന്താ നിറവേറ്റിക്കൊടുക്കാൻ കാരണം? ഗോപീജനായ കഥിതം നിയമാവസാനേ ഗോപീജനായ കഥിതം. ആ വ്രതം അവസാനിക്കുന്ന ദിവസം ഗോപീജനങ്ങൾക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെ നിറവേറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിന് പറ്റിയ അന്തരീക്ഷം വേണല്ലോ. അതുകൊണ്ട് പറഞ്ഞു സാന്ദ്രമഹസ. എങ്ങനെയുള്ള സാന്ദ്രമഹസ? അല്ല, സാന്ദ്രേണ ചാന്ദ്രമഹസ. നല്ല പൂനിലാവ്, എല്ലായിടത്തും നിലാവ് മാത്രം. അവിടെ കറുപ്പിന്റെ ഒരു അംശം പോലും ഇല്ല, ഇരുട്ട് കാണുകയേയില്ല. അങ്ങനെ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പ്രദേശത്ത്, അതെവിടെ? ശിശിരീകൃതാശേ യമുനാവനാന്തേ, കുളിർമയോരുന്ന ആ യമുനാ നദിക്കരയില് മുരളികാം പ്രാപൂരയഃ. ഏ ഗുരുവായൂരപ്പ, അങ്ങ് ആ ഓടക്കുഴലിനെ ഊന്നി വിളിച്ചില്ലേ? അന്ന് കാര്യമായിട്ട് ഓടക്കുഴല് ഊതിയില്ലേ? എന്താ കാരണം? ഊന്നി ഊതുമ്പോ അതിന്റെ ആ നാദത്തിന്റെ അലകള് ദൂരം വ്യാപിക്കും. അതും നിശ്ചലമായിട്ടുള്ള രാത്രി നേരം. യമുനാവനത്തിൽ ഒരു ബഹളവുമില്ല, പക്ഷികളൊക്കെ ചേക്കേറിയിട്ടിട്ട് അവരുടെ ശബ്ദമൊന്നുമില്ല, നല്ല അന്തരീക്ഷം. അവിടെ ഇരുന്നുകൊണ്ടാണ് ഓടക്കുഴൽ ഊതുന്നത്. അപ്പൊ ഇതിന്റെ അല ദൂരെ വരെ കേൾക്കണം. അതുകൊണ്ട് പ്രാപൂരയഃ എന്ന് നീട്ടിപ്പറഞ്ഞു. കാത്യായനി വ്രതം അവസാനിച്ച് അന്ന് ഗോപികൾക്ക് കൊടുത്തതായ ആ രാസക്രീഡോത്സവത്തെ സാധിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് പൂനിലാവുള്ളതായ, നിറഞ്ഞ നിലാവുള്ളതായ, അതും കുളിർമ കൊണ്ട് 4 ദിക്കും കുളിർമയോടുകൂടിയിരിക്കുന്ന ആ യമുനാ നദീ തീരത്ത്, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ഓടക്കുഴലിനെ ഊന്നി വിളിച്ചില്ലേ എന്നാണ് ചോദ്യം. എന്തൊക്കെ? ത്വം അധ നിയമാവസാനേ ഗോപീജനായ കഥിതം. കഥിതം എന്നുള്ളത് കഥപ്രത്യം പറയപ്പെട്ടിട്ടുള്ള മാരോത്സവം സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസ ശിശിരീകൃതാശേ യമുനാവനാന്തേ മുരളികാം പ്രാപൂരയഃ. അപൂരയത്, അപൂരയതാം, അപൂരയൻ, അപൂരയഃ എന്ന് ലങ് മധ്യമപുരുഷൻ. ത്വം അധ നിയമാവസാനേ ഗോപീജനായ കഥിതം മാരോത്സവം സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ യമുനാവനാന്തേ മുരളികാം പ്രാപൂരയഃ. ശിശിരീകൃതാശ, ആശ എന്ന് പറഞ്ഞാൽ ദിക്കാണ്. 4 ദിക്കും കുളിർമ നൽകിക്കൊണ്ടുള്ളതായ യമുനാവനാന്തേ. യമുനാ നദിയുടെ കാറ്റ് വരുന്നത് കൊണ്ടാണ് അവിടെ കുളിർമ, അല്ലെ? പോരാത്തിന് നിലാവ് കുളിർമ വീശുന്നതാ. അപ്പൊ പരിപൂർണ നിലാവ്, പോരാത്തതിന് യമുനാ നദി തീരം. അതുകൊണ്ട് തന്നെ കുളിർമയുള്ളതായ പ്രദേശത്ത് നിന്നുകൊണ്ട് അങ്ങ് മുരളികയെ നീട്ടി അങ്ങ് വിളിച്ചു എന്ന്. ഗോപീജനായ കഥിതം നിയമാവസാനേ മാരോത്സവം ത്വമധ സാധയിതും പ്രവൃത്തഃ സാന്ദ്രേണ ചാന്ദ്രമഹസാ ശിശിരീകൃതാശേ പ്രാപൂരയോ മുരളികാം യമുനാവനാന്തേ. അടുത്ത ശ്ലോകത്തിൽ പറയാണ് എങ്ങനെയാണ് ഭഗവാൻ ആ ഓടക്കുഴൽ നാദം ചെയ്തത് എന്നുള്ളത്. സമ്മൂർച്ഛനാഭിഹി ഉദിത സ്വരമണ്ഡലാഭിഹി സമൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹമാപുഃ. സമ്മൂർച്ഛനാഭിഹി ഉദിതസ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛയന്തം അഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദം ഉപകർണ്യ വിഭോ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹം കം അപി ചിത്തവിമോഹം ആപുഃ. എങ്ങനെയാണ്? സമ്മൂർച്ഛനാഭിഹി എന്ന് പറഞ്ഞ, സമ്മൂർച്ഛന എന്ന് പറഞ്ഞ നാദത്തില്, അതായത് ഗാനത്തില് ആരോഹ അവരോഹ ക്രമങ്ങൾ എന്ന് പറയും. ആരോഹ അവരോഹ ക്രമങ്ങളോട് കൂടിയിട്ടാണ് അത്ര പാടിയത്. അതെങ്ങനെ? ഉദിത സ്വരമണ്ഡലാഭി, ഉദിത സ്വരമണ്ഡലങ്ങൾ, ഷഡ്ജം എന്നാണ് പറയാ, അല്ലെ? 6 തരത്തിലുള്ള സ്വരങ്ങൾ ഉണ്ട് എന്നാണ് ഗാനത്തിൽ. അങ്ങനെ ഷഡ്ജാദികളായ സ്വരമണ്ഡലങ്ങളെ ആരോഹ അവരോഹണ ക്രമത്തിൽ
സ്വരത്തിൽ. അപ്പോഴാണ് ഏറ്റക്കുറച്ചിലോട് കൂടി പാടുമ്പോഴാണ് പാട്ടാകുന്നത് അല്ലെ? അല്ലെങ്കിൽ ഞാൻ പാടുന്ന പോലെ ആവും അല്ലെ? പാട്ട് പാടുന്ന പോലെ ആവണമെങ്കിൽ എന്ത് വേണം? അതിന്റെ താളത്തിനൊത്ത് പാടുക എന്ന് പറയില്ലേ, അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച്. സമ്മൂർച്ഛനാഭിഹി, അവിടെ സമ്മൂർച്ഛന എന്ന് പറയുന്നത് ആരോഹ അവരോഹ ക്രമങ്ങളെയാണ് സൂചിപ്പിച്ചത്. അതായത് ഗാനത്തിലുള്ള ഷഡ്ജാതി സപ്തസ്വരങ്ങള്, ഷഡ്ജം എന്നറിയപ്പെടുന്ന 7 സ്വരങ്ങളുണ്ട്. അതിനെ വേണ്ട തരത്തിൽ ഉയർത്തിയും താഴ്ത്തിയും. അപ്പോഴാണ് ആ പാട്ടിനൊരു മനോഹാരിത. അങ്ങനെ ചെയ്തുകൊണ്ട് അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം, കേൾക്കുന്ന ഭുവനാന്തരാളം, ഈ ഭുവനത്തിലുള്ള എല്ലായിടത്തും, ലോകത്തിലുള്ള സകലത്തിനെയും, ഭുവന അന്തരാളം എന്ന് പറഞ്ഞ ഈ ലോകത്തിൽ എന്തൊക്കെ പെട്ടിട്ടുണ്ടോ അവരെ മുഴുവൻ സമ്മൂർച്ഛയന്തം, മോഹിപ്പിക്കുന്നതായിരുന്നു അങ്ങയുടെ പാട്ട്. ഭാഗവതത്തിൽ പറഞ്ഞു കളം ഇത്യഗായത്, കളം എന്ന് പറഞ്ഞു പാടിയെന്നാണ്. കളം കളം എന്നാണ്. അതിനെ ആ സ്വരമുണ്ടല്ലോ ആർക്കും മോഹിപ്പിക്കുന്ന, അങ്ങനെ മോഹിപ്പിക്കുന്ന സ്വരത്തിൽ സമ്മൂർച്ഛയന്തം, മോഹിപ്പിക്കുന്ന തരത്തിൽ അങ്ങ് പാടി. അങ്ങനെയാണല്ലോ മോഹിപ്പിക്കുന്ന തരത്തിൽ എന്തായിരുന്നു? വേണുനാദം അല്ലേ? ഈ മോഹിപ്പിച്ചതൊക്കെ എന്താണ്? വേണുനാദമാണ്. വിഭോ ത്വദ്വേണുനാദം, അങ്ങയുടെ വേണുനാദം ആരെയും മോഹിപ്പിക്കുന്ന തരത്തിലായിരുന്നല്ലോ. അത് ഉപകർണ്യ, അത് കാതിൽ വന്ന് അലച്ചു. അല്ലെങ്കിൽ തന്നെ ഏതു നേരവും ഭഗവത് ചിന്തയാ. അങ്ങനെയുള്ളവർക്ക് ഭഗവത് സാമീപ്യം എപ്പോഴും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും അല്ലെ? ഭഗവത് സാമീപ്യം എപ്പോഴും അവർക്ക് അനുഭവപ്പെടും. അപ്പൊ ഈ കാറ്റിന്റെ അല വന്നപ്പോഴേ ഇത് കൃഷ്ണൻ പാടുന്നതാണല്ലോ എന്നുള്ള തോന്നൽ വന്നു. ഉപകർണ്യ, അത് അടുത്തെന്നത് പോലെ അവർ കേട്ടു. തരുണ്യ, അവിടത്തുള്ള ഗോപികമാർ, തരുണീമയമായ യൗവനയുക്തകളായ ഗോപികമാര് എന്ത് ചെയ്തു? താദൃശം, തത് താദൃശം, അത് അതുപോലെ തന്നെ. ഇതെങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. തത്, അത് എങ്ങനെയിരുന്നു? താദൃശം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് അതുപോലെയാണ്. അത് വേറൊന്നിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. തത്താദൃശം കമബി, അതിന് സാദൃശ്യം അത് തന്നെയാണ്. അങ്ങനെയുള്ള ഏതോ ഒരു അവാച്യം, പറയാൻ പറ്റാത്ത തരത്തിലുള്ള ചിത്തവിമോഹം, മാനസഭ്രാന്തി, ചിത്തത്തിനുള്ള ഒരു ഭ്രമത്തിനെ ആബുഹു പ്രാപിച്ചു. എല്ലാവരും ചിത്തഭ്രമം പിടിച്ചവരെ പോലെയായി. ആ ചിത്തഭ്രമത്തെ ഏതുമായിട്ടെങ്കിലും താരതമ്യം ചെയ്യാന്ന് പറഞ്ഞാൽ തത്താദൃശം, അത് അതുപോലെ തന്നെയാന്നാണ് പറയണത്. ഇതുപോലൊരു അനുഭവം അവർക്ക്, അനുഭൂതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉള്ളിൽ നിന്നൊരു അനുഭൂതി അവർക്കുണ്ടായി. എന്താ കാരണം? വേണുനാദമുപകർണ്യ, ആ വേണുനാദത്തെ കേട്ടു. എന്താ അത്ര വേണുനാദത്തിന്റെ പ്രത്യേകത? അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്നതായിരുന്നു ആ വേണുനാദം. അതെങ്ങനെ മോഹിപ്പിച്ചു? ഉദിതസ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛനാഭിഹി, എന്താണ്? എല്ലാ സ്വരങ്ങളെയും സപ്തസ്വരങ്ങളെയും വിട്ടുന്നതും ആരോഹ അവരോഹ ക്രമങ്ങളോട് കൂടിയതുമായിട്ടുള്ള ആ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന വേണുനാദത്തെ കേട്ടതായ സ്ത്രീകൾ, ആ ഗോപികമാര്, അതെങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. തത് താദൃശം, അത് അങ്ങനെ തന്നെ. അതെങ്ങനെയാ? അതങ്ങനെ എന്ന് പറയുന്ന മാറ്റി പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു മാനസിക വിഭ്രാന്തിക്ക് അടിമപ്പെട്ടു. എല്ലാവരും ഒരു മാനസിക വിഭ്രാന്തിയിലായി തോന്നി. ആര്? ഗോപികമാർ. ഗോപികമാർക്ക് പ്രത്യേകം കാതിൽ കേട്ടു. അതുകൊണ്ട് അവർക്കൊരു മാനസിക ഭ്രമം ഉണ്ടായി. എന്നോടാണ് വിളിക്കുന്നത്, എന്നെയാണ് വിളിക്കുന്നത്, എന്നെയാണ് വിളിക്കുന്നത് എന്നൊരു തോന്നല്. അതാണ് ഈ മാനസിക ഭ്രമം എല്ലാവർക്കും ഉണ്ടായി. എന്താ നോക്കൂ, ഉദിത സ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛനാദിഭിഹി, ആ 2 തൃതീയ ഒരിടത്ത് കൊണ്ടുവന്നു അല്ലെ? സ്വരമണ്ഡലങ്ങളെ മുഴുവൻ ആരോഹ അവരോഹ ക്രമത്തിൽ ചിട്ടപ്പെടുത്തുന്ന അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം, ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള വിഭോ സർവവ്യാപിയായ ഭഗവാനെ, ത്വദ്വേണുനാദം, അങ്ങയുടെ ഓടക്കുഴലിന്റെ നാദത്തിനെ, ഉപകർണ്യ കേട്ടിട്ടുള്ള, തരുണ്യ ആ സ്ത്രീകൾ, തത്താദൃശം കമപി ചിത്തവിമോഹം, അത് അതുപോലെ തന്നെ എന്ന് പറയാൻ പറ്റുന്ന ഏതോ ഒരു മാനസിക വിഭ്രാന്തിയെ ആബുഹു പ്രാപിച്ചു. എന്താണ് ആദ്യം നോക്കൂ. ഉദിത സ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛനാഭിഹി അഖിലം ഭുവനാന്തരാളം സമ്മൂർച്ഛയന്തം വിഭോ ത്വദ്വേണുനാദം ഉപകർണ്യ തരുണ്യ തത്താദൃശം കമപി ചിത്തവിമോഹം ആബുഹു. ആബതുഹു, ആബുഹു എന്ന ലിട്ടിലകാരം പ്രഥമ പുരുഷൻ ബഹുവചനം. സമ്മൂർച്ഛയന്തം എന്ന ശത്രുപ്രത്യയമാണ്. സമ്മൂർച്ഛയൻ എന്നുള്ളതിന്റെ ദ്വിതീയ.
ഇനി സമ്മൂർച്ഛനാവിരുദിത സ്വരമണ്ഡലാഭിഹി സമ്മൂർച്ഛയന്തമഖിലം ഭുവനാന്തരാളം ത്വദ്വേണുനാദമുപകർണ്യ വിഭോ തരുണ്യഃ തത്താദൃശം കമപി ചിത്തവിമോഹമാവുഃ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയണ എന്തായിരുന്നു ഈ പാട്ട് കേട്ടപ്പോഴുള്ളവരുടെ പരിഭ്രമം, മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നല്ലേ പറഞ്ഞത്. എങ്ങനെയാണ് ആ മാനസിക വിഭ്രാന്തിയെ അവർ പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. താഗേഹകൃത്യനിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവനപരാശ്ച സരോരുഹാക്ഷ്യഃ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. താഃ ഗേഹകൃത്യനിരതാഃ തനയപ്രസക്താഃ കാന്തോപസേവനപരാഃ ച സരോരുഹാക്ഷ്യഃ സർവം വിസൃജ്യ മുരളീരവമോഹിതാഃ തേ കാന്താരദേശം അയി കാന്തതനോ സമേതാഃ. എന്താ പറഞ്ഞത്? താഹ സരോരുഹാക്ഷ്യഃ, അവര് ആ തരുണികൾ എങ്ങനെയുള്ളവരായിരുന്നു? സരോരുഹാക്ഷികൾ, നല്ല താമര പോലത്തെ കണ്ണുള്ളവര്, സുന്ദരിമാര് എന്നർത്ഥം. സുന്ദരിമാരുമായിട്ടുള്ള ആ തരുണികള് ഗേഹകൃത്യനിരതാഹ, ചിലര് വീട്ടു ജോലിയിലായിരുന്നു. എന്താണ് അവർക്ക് പ്രധാന ജോലി? എന്താണ്? പാല് കറക്കുക, പാല് കാച്ചുക, തൈര് കലക്കുക, വീട്ടിലെ അടിച്ചുകാരൊക്കെ വേണല്ലോ. അപ്പൊ ജോലിയിൽ മുഴുകിയിരുന്നവരാണ്. രാത്രി നേരത്തെ ജോലിയിൽ എന്തായിരിക്കും മുഴുകി? അവ രാത്രി നേരത്തെ പാലൊക്കെ എടുത്ത് മടക്കി വെച്ച് നാളത്തെ കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ച് എന്തോ ആയിക്കോട്ടെ, അവർ ഗേഹകൃത്യനിരതാഹ, വീട്ടു ജോലികളിൽ ഏർപ്പെട്ടവരായിരുന്നു. എല്ലാവരും അങ്ങനെ ആയിരുന്നു അല്ല. തനയ പ്രസക്താഹ, ചിലവര് കുട്ടികളെ പരിപാലിച്ച് കുട്ടികൾക്ക് മുല കൊടുക്കുന്നവരൊക്കെ ആയിരുന്നു. അങ്ങനെ കുട്ടികളുടെ അടുത്തായിരുന്നു ചില അമ്മമാർ. കാന്തോപസേവനപരാശ്ച, ചിലവര് ഭർതൃശുശ്രൂഷയിൽ മുഴുകിയവരായിരുന്നു. ഇവരൊക്കെ ഐ കാന്തതനോ എന്ന് വിളിക്കുകയാണ് ഗുരുവായൂരപ്പനെ. അല്ലയോ മോഹന സ്വരൂപ, അല്ലയോ മോഹനാംഗമുള്ളവനെ, കാന്തതനു, കാന്തം മനോഹരം, തനു ശരീരം, കാന്തതനോ മനോഹരാംഗാന്ന് വിളിക്കാണ്. എത്ര സുന്ദര രൂപമാണ് അങ്ങക്കല്ലേ. തേ മുരളീരവമോഹിതാഃ, മുരളി ഓടക്കുഴൽ, രവം ശബ്ദം, അതുകൊണ്ട് മോഹിതര്, മാനസിക വിഭ്രാന്തിയിൽ എത്തിയവരായിരുന്നു എല്ലാവരും. അപ്പൊ എന്ത് ചെയ്തു? ആ ഓടക്കുഴലിന്റെ നാദത്താൽ മോഹിതരായിട്ട് ആര്? താഹ, അവരെന്ത് ചെയ്തു എന്നറിയോ? സർവം വിസൃജ്യ, എല്ലാത്തിനെയും ഇട്ടടത്ത് ഇട്ടു. പാല് കുടിക്കുന്ന കുട്ടിയെ നിർത്തിച്ചു. അടുക്കള ജോലി ചെയ്തിരുന്നവളോ അതവിടെ നിർത്തിച്ചു. ഭർത്തൃ ശുശ്രൂഷ ചെയ്തിരുന്നവളോ അവിടെ ഗ്യാപ്പാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നേരെ വിസൃജ്യ കാന്താരദേശം, കാന്താരം കാട്, കാന്താരദേശം ഭഗവാൻ നിൽക്കുന്നതായ ആ കാട്ടുപ്രദേശത്തേക്ക് സമീതാഹ, സമ ഇതാഹ, വന്നണഞ്ഞു എന്നർത്ഥം. ഇതാഹ എത്തിച്ചേർന്നു. സമ ഇതാഹ എന്ന് പറഞ്ഞാൽ അവിടെ വന്നു ചേർന്നു എന്നർത്ഥം പറയാണ്. താഹ സരസീരുഹാക്ഷ്യഃ ഗേഹകൃത്യനിരതാഃ തനയപ്രസക്താഃ. സമയമില്ല, ആ ജോലികളെ വിട്ട് താഹ സരസീരുഹാക്ഷ്യഃ ഗേഹകൃത്യനിരതാഃ തനയപ്രസക്താഃ കാന്തോപസേവനപരാഃ. കാന്തൻ എന്ന് വെച്ചാൽ അവിടെ ഭർത്താവിനെ സേവിക്കുന്നതിൽ മുഴുകിയവരായവരൊക്കെ ഐ കാന്തതനോ, അവിടുത്തെ കാന്തം എന്ന് പറഞ്ഞാൽ മനോഹരം. കാന്തോപസേവനപരാഹ എന്ന് പറഞ്ഞാൽ ഭർത്തൃ ശുശ്രൂഷയിൽ മുഴുകിയവർ എന്നർത്ഥമായി. കാന്തൻ ഭർത്താവ് എന്നുള്ള അർത്ഥത്തിൽ. അടുത്തതില് കാന്തതനോ എന്ന് പറഞ്ഞപ്പോഴോ കാന്തം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ശരീരമുള്ളവൻ എന്നർത്ഥം. മനോഹരാംഗനായ ഭഗവാനെ തേ മുരളീരവ മോഹിതാഹ, അങ്ങയുടെ ആ മുരളീരവം, രവം ശബ്ദം, മുരളീരവം കൊണ്ട് മോഹിതരായിട്ട് സർവം വിസൃജ്യ, എല്ലാം വിട്ടിട്ട് അവിടെ എന്തു? അടുത്തത് കാന്താരദേശം, കാന്താരം കാട്, കാന്താരദേശം ആ കാട്ടുപ്രദേശത്തേക്ക് സമേതാഹ എത്തിച്ചേർന്നു. എന്താല്ലേ വ്യാകരണ പണ്ഡിതനാണ് ആര്? ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് മനോഹരമായിട്ട് എഴുതിയിരിക്കും. സഹ സ്തത്താഹ സരസീരുഹാക്ഷ്യഃ സരോരുഹാക്ഷ്യഃ ഗേഹകൃത്യനിരതാഃ തനയപ്രസക്താഃ കാന്തോപസേവനപരാഃ ച ഐ കാന്തതനോ തേ മുരളീരവമോഹിതാഃ സർവം വിസൃജ്യ കാന്താരദേശം സമേതാഃ.
സുന്ദരിമായ ആ തരുണിമാർ വീട്ടുജോലികളിൽ മുഴുകിയവരും കുട്ടികളെ പരിചരിച്ചിരുന്നവരും ഭർത്തൃ ശുശ്രൂഷയിൽ താല്പര്യമുള്ളവർ പോലും അല്ലയോ മോഹന സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ വേണുഗാനത്താൽ മോഹിക്കപ്പെട്ടവരായി എല്ലാം ഉപേക്ഷിച്ച് ആ കാട്ടുപ്രദേശത്തിലേക്ക് വന്നണഞ്ഞു. ഇതാണ് താഗേഹകൃത്യനിരതാസ്തനയ പ്രസക്താഃ കാന്തോപസേവനപരാശ്ച സരോരുഹക്ഷ്യഃ സർവം വിസൃജ്യ മുരളീരവമോഹിതാസ്തേ കാന്താരദേശമയി കാന്തതനോ സമേതാഃ. ഇനി എന്താണ്? ഇതാണ് അത്. എല്ലാവർക്കും ഭഗവാനെ കാണാൻ വരുമ്പോ ഇത്തിരി സ്റ്റൈലായിട്ട് താൻ ആകർഷണീയമാകണം എന്ന് എല്ലാവർക്കും മോഹം ഉണ്ടാവുമല്ലോ. സ്വതവേ പറയാറില്ല, ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ ശുഭ്രവസ്ത്രം ധരിച്ച് സർവാഭരണഭൂഷിതരായിട്ട് പോകണം എന്നാ. കാരണം നമ്മൾ സന്തോഷമായിരിക്കുന്നത് കാണാനാണ് ഭഗവാനും ഇഷ്ടം, അല്ലെ? അല്ലാണ്ട് എഴുന്നേറ്റ് വെക്കി പല്ല് തേക്കാതെ കുളിക്കാതെ അമ്പലത്തിൽ പോകാറില്ലല്ലോ നമ്മള്. ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവരൊക്കെ ഭഗവാനെ കാണാനുള്ള തത്രപ്പാടാണ്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷെ ആ ഒരുക്കം എങ്ങനെയായി എന്ന് വർണ്ണിക്കുകയാണ് പരിഭ്രമം. നോക്കിക്കൊള്ളട്ടോ. കാശ്ചിന്നിജാംഗപരിഭൂഷണമാദധാന വേണുപ്രണാദമുപകർണ്യ കൃതാർത്ഥഭൂഷാഃ ത്വാമാഗതാനുന തഥൈവ വിഭൂഷിതഭ്യഃ തായേവ സംരുചിരേ തവലോചനായ. ഒരു കണ്ണില് കണ്ണെഴുതാനായിട്ട് കൺമഷി എടുത്തു. ഒരു കണ്ണില് കണ്ണെഴുതി, അടുത്ത കണ്ണിൽ എഴുതാൻ നേരമില്ല, പുറപ്പെട്ടു ഭഗവാനെ കാണാം. ഒരുത്തി എന്ത് ചെയ്തു? അതിന് ഓരോ നേരത്ത് പറയുന്നുണ്ട്. കാശ്ചിത്, ചിലര്, കാശ്ചിത് എന്നാ പറഞ്ഞ, കാഹാചിത്, ചിലര് നിജാംഗ പരിഭൂഷണം, തന്റെ ശരീരത്തിൽ അണിയാനുള്ള ആഭരണങ്ങൾ, അവയവങ്ങളിൽ അണിയാനുള്ള ആഭരണങ്ങൾ, കൺമഷി ആവാം, പൊട്ടാവാം, പൗഡർ ആവാം, ഇല്ലെങ്കിൽ ആഭരണങ്ങളാവാം, എന്തു ആവട്ടെ, നിജാംഗ പരിഭൂഷണം, തന്റെ ആ ശരീരഭൂഷണങ്ങളൊക്കെ കയ്യിലെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആദദാനാഹ, കയ്യിലെടുത്തു. എടുത്തിട്ടോ കൃതാർദ്ധഭൂഷാഹ, അർദ്ധഭൂഷ നടത്തി. പകുതിയെ അണിഞ്ഞുള്ളൂ, പത്തം പിരിച്ചില്ല അല്ലെ. കാശ്ചിത് നിജാംഗ പരിഭൂഷണം ആദധാനാഹ വേണുപ്രണാദം ഉപകർണ്യ കൃതാർദ്ധഭൂഷാഹ ത്വാം ആഗതാഹ നനു തഥാ ഏവ വിഭൂഷിതാഭ്യഃ താഹ ഏവ സംരുചിരേ തവ ലോചനായ. അങ്ങനെ ചിലര് തന്റെ ആഭരണങ്ങളൊക്കെ കയ്യിലെടുത്തു, പക്ഷെ അർദ്ധഭൂഷ, പകുതിയെ ധരിച്ചുള്ളൂ. ഒറ്റക്കാതില് കമ്മലിട്ടു, അല്ലെ? അത് മുഴുവനാക്കിയില്ല. ഒരു കണ്ണില് കണ്ണെഴുതി, പൊട്ട് തൊടാനെടുത്തിട്ട് ആ പൊട്ട് കവിളത്ത് വെച്ചു. അറിഞ്ഞില്ല എന്താ ചെയ്യണം എന്നുള്ള പരിഭ്രമത്തിൽ. അങ്ങനെ അർദ്ധഭൂഷണാഹ, പകുതി മാത്രം ആഭരണങ്ങൾ അണിഞ്ഞവരായിട്ട് തഥായേവ നനു ആഗതാഹ ത്വാമാഗതാഹ, അതേ വേഷത്തിൽ ഓടിപ്പെടന്നെത്തി. എന്താ ഉദ്ദേശം? ഞാൻ മുമ്പെത്തണം, മറ്റുള്ളവരെത്തുമ്പോഴേക്കും എനിക്ക് കൃഷ്ണനെ കാണണം എന്നുള്ള വെപ്രവാളമാണ്. ആ വെപ്രാളത്തില് അവരങ്ങോട്ട് പകുതി ആഭരണങ്ങളോടുകൂടി അവിടേക്ക് ഓടി വന്നു. പക്ഷേ തവ ലോചനായ ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ കണ്ണിന് വിഭൂഷിതാഭ്യ, ആഭരണങ്ങൾ അണിഞ്ഞവരെക്കാളും താഹായവ, അവര് തന്നെയാണല്ലോ സംരുചിരേ, കൂടുതൽ മനോഹരായി തോന്നിയത്. അങ്ങയുടെ കണ്ണിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് സർവാഭരണ ഭൂഷിതയെക്കാളും അർദ്ധഭൂഷാങ്കിതകൾ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതായത് അർദ്ധഭൂഷിതത്വം അധികം ആകർഷകമാണ് എന്ന് കാണിക്കുകയാണ്. ഇവിടെ എന്ത് ചെയ്ത്? എന്താ കാരണം ഇവർക്ക് ഈ പരിഭ്രമം ഉണ്ടായത്? വേണു പ്രണാദമുപകർണ്യ, ആ വേണുവിന്റെ ഉയർന്ന നാദം കേട്ടു. പിന്നെ അവർക്ക് ഇഹലോക ചിന്തയില്ല. പക്ഷെ ഭഗവാനെ കാണാൻ പോകുമ്പോ ആഭരണം അണിയണമെന്നുണ്ട്, ഒക്കെ കയ്യിലെടുത്തു, പകുതി ധരിച്ചു, എന്നിട്ടാണ് പോയത്. നമ്മളുടെ രഘുവംശ കാവ്യത്തിലെ ഭഗവാൻ, രഘുവംശ കാവ്യത്തിലെ ഇന്ദുമതി സ്വയംവരം വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. രഘുവംശ മഹാകാവ്യത്തിലെ ഇന്ദുമതി സ്വയംവരം വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട്. അജൻ ഇന്ദുമതിയും കൊണ്ട് വരികയാണ്. ആ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഇന്ദുമതിയെ കാണാൻ, അജനെ അവർക്ക് അറിയാലോ, തന്റെ നാട്ടിലുള്ള. ആ ഇന്ദുമതിയെ കാണാനുള്ള വെപ്രവാളത്തില് ഓരോരുത്തരും മട്ടുപ്പാവിൽ വന്ന് നിൽക്കുകയാണ് സ്ത്രീകൾ. അപ്പൊ അവരെങ്ങനെ എന്ത് പറഞ്ഞായിട്ടാണ് കുമാരസംഭവത്തിലെ അല്ല രഘുവംശത്തിലെ കാളിദാസൻ വർണ്ണിച്ചെന്നറിയോ? വിലോചനം ദക്ഷിണമഞ്ജനേന സംഭാവ്യ തദ്വഞ്ചിതവാമനേത്ര
എന്ന് പറഞ്ഞിട്ട് പറയണ വേറൊരു കരൗശലാകാം അപരാവഹന്തി എന്നാണ് വർണ്ണിച്ചത്. ഏത് ചെയ്തു? ഒരു കണ്ണില് കണ്ണെഴുതി. ആദ്യം വലത് കണ്ണിലല്ലേ കണ്ണെഴുതുക, അത് എഴുതി. ഇടത് കണ്ണില് കണ്ണെഴുതിയില്ല. എന്നിട്ടോ ആ മഷിക്കോലും കയ്യിലും പിടിച്ചോണ്ട് ഓടി വന്നിരിക്കുക അത്ര എഴുതി എന്ന്. ഇങ്ങനെ അവരെ കുറെ വർണ്ണിക്കുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ ഇവിടെ പറയണ ഭഗവാനെ കാണാനുള്ള പരിഭ്രമത്തിൽ അർദ്ധഭൂഷാങ്കിതകളായിട്ടാണത്രേ അവരെല്ലാവരും തിരിച്ചു വന്നത്. പക്ഷേ ആ ഗുരുവായൂരപ്പ അങ്ങക്ക് ഫുൾ ഭൂഷിതരായതിനേക്കാളും ഇഷ്ടം ഇവരോടായിരുന്നില്ലേ എന്ന് ചോദിക്കുക. ഈ അർദ്ധഭൂഷാങ്കിതകളെ കണ്ട് അങ്ങയുടെ കണ്ണിന് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. ഇവിടെ നിന്നാണ് ഓടക്കുഴലിന്റെ വേണുപ്രണാദമുപകർണ്യ. ഓടക്കുഴലിന്റെ ഉയർന്ന നാദം കേട്ടിട്ട് എന്ത് ചെയ്തു? കാശ്ചിത് ചില ഗോപികമാര് നിജാംഗ പരിഭൂഷണം തന്റെ ശരീരത്തിൽ അണിയാനുള്ള ആഭരണങ്ങളെല്ലാം ആദദാനാഹ എടുത്തുകൊണ്ട് കൃത അർദ്ധഭൂഷാഹ ചിലതു മാത്രം ധരിച്ച് തഥായവ ആ രൂപത്തിൽ തന്നെ പകുതി ആഭരണങ്ങൾ അണിഞ്ഞവരായി നനു ത്വാമാഗതാഹ അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നു. തവ ലോചനായ അങ്ങയുടെ കണ്ണുകൾക്ക് വിഭൂഷിതാഭ്യ ഈ വിഭൂഷിതരെക്കാളും താഹായവ സംരുചിരേ ഇവരാണല്ലോ ഭംഗിയുള്ളവരായി തോന്നപ്പെട്ടത് എന്ന്. അങ്ങക്ക് ഇഷ്ടപ്പെട്ടത് ഇവരെയല്ലേ ഗുരുവായൂരപ്പ എന്ന്. ഇങ്ങനെയുള്ള വരവാണ് ഭഗവാൻ പ്രതീക്ഷിച്ചത്. അപ്പൊ ഓരോരുത്തരെയും വരുമ്പോ ഭഗവാന്റെ ഉള്ളിൽ സന്തോഷം തോന്നിക്കുന്ന തരത്തിലായിരുന്നു എന്ന്. വേണുപ്രണാദം ഉപകർണ്യ കാശ്ചിത് നിജാംഗ പരിഭൂഷണം ആദധാനാഹ കൃതാർദ്ധഭൂഷാഹ തഥാ ഏവ നനു ത്വാം ആഗതാഹ തവ ലോചനായ വിഭൂഷിതാഭ്യഃ താഹ ഏവ സംരുചിരേ. വേണുപ്രണാദം ഉപകർണ്യ കാശ്ചിത് നിജാംഗപരിഭൂഷം പരിഭൂഷണം ആദധാനാഹ കൃതാർദ്ധഭൂഷാഹ തഥാ ഏവ നനു ത്വാം ആഗതാഹ തവ ലോചനായ വിഭൂഷിതാഭ്യഃ താഹ ഏവ സംരുചിരേ. കച്ചിന്നിജംഗപരിഭൂഷണമാദധാനാഹ വേണുപ്രണാദമുപകർണ്യ കൃതാർദ്ധഭൂഷാഹ ത്വാമാഗതാനനു തദൈവ വിഭൂഷിതാഭ്യഃ തായേവ സംരുചിരേ തവ ലോചനായ. എങ്ങനെയൊക്കെയാണ് ധരിച്ചത് എന്നുള്ളതാണ്. ആദ്യം തന്നെ ഒരുത്തി എന്തൊരു ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാത്വം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദതുഭ്യം വ്യക്തം ഭഭാഷ ഇവ മുഗ്ധമുഖീ വിശേഷാത്. അവിടെ എന്ത് ചെയ്തു? ഹാരം മുത്തുമണിമാല അതെടുത്തു. നിതംബഭുവി കാചന ധാരയന്തി തന്റെ അരയിൽ അണിഞ്ഞു അത്രേ. മുത്തുമാലയെടുത്ത് അരയിൽ അണിഞ്ഞു. ഹാരമണിഞ്ഞാൽ ഹാരിയാവണം അല്ലേ? ഹാരമണിഞ്ഞവൻ ആരാണ്? ഹാരി. ഹാരമുള്ളവൻ ഹാരി, ഹാരമുള്ളവൾ ഹാരിണി. അതാണല്ലോ അതിന്റെ ന്യായം. വനമാലയുള്ളവൻ വനമാലി, ശംഖുള്ളവൻ ശംഖി, ചക്രമുള്ളവൻ ചക്രി. അതിന്റെ സ്ത്രീലിംഗാണ് ഈ ചക്രിണി, ശംഖിനി. അതല്ലേ വരേണ്ടത്? ഇപ്പോൾ ഹാരിണിയെ ഹാരമുള്ളവളായി. അത് ഹാരം എവിടേക്ക് അണിഞ്ഞു? നിതംബഭുവി. നിതംബം അരക്കെട്ട്, ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗത ത്വാം ഹാരിത്വം ആത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ബഭാഷേ ഇവ മുഗ്ധമുഖി വിശേഷാത്. ഇതൊക്കെയാണ് പദം. എന്തായി? നിതംബഭുവി തന്റെ അരക്കെട്ടില് ഹാരം കാചന ധാരയന്തി. കാചന ഒരുവൾ, ഹാരം മുത്തുമണിമാലയെ നിതംബഭുവി ധാരയന്തി തന്റെ അരക്കെട്ടിൽ ധരിക്കുന്നവളായിട്ട്. അപ്പൊ എന്ത് ചെയ്തു? അരക്കെട്ടിൽ അണിയേണ്ട വസ്ത്രം കാഞ്ചിയും, കാഞ്ചി അരഞ്ഞാണം. ആ കാഞ്ചിയെ കണ്ഠഭുവി കഴുത്തിലും അണിഞ്ഞു, തിരിച്ചു മറിച്ചു അണിഞ്ഞു. കണ്ഠഭുവി ദേവ സമാഗത ത്വാം. അങ്ങനെയാണ് ഒരുത്തി വന്നത്. ഒരുത്തി മുത്തുമണിമാല അരയിൽ കെട്ടി അരഞ്ഞാണം കഴുത്തിൽ കെട്ടി അങ്ങയെ കാണാൻ വന്നു. അതെ, കവിയാണല്ലോ, ഭാവനയിൽ പറയാണ് ഹാരിത്വം. ഹാരമണിഞ്ഞത് ഹാരിത്വം അല്ലെ? ഹാരമണിഞ്ഞത് ഹാരിത്വം. ഹാരിത്വം എന്ന് പറഞ്ഞാൽ മുത്തുമണി അണിഞ്ഞത് എന്നർത്ഥം. വേറൊരർത്ഥത്തിലാണ് മനോഹാരിത്വം, മനസ്സിലിരിക്കുന്ന ഹാരി.
മനസ്സിനെ ഹരിക്കുന്ന തരത്തിലുള്ളതാണ് ആത്മജഘനസ്യ, തന്റെ ഇടുപ്പ്, തന്റെ അരക്കെട്ട് എന്ന് തുഭ്യം വ്യക്തം ഭാഷേ, അങ്ങക്ക് വ്യക്തമായി പറയാൻ എന്നതുപോലെ മുഗ്ധമുഖി നിഷ്കളങ്കയായവൾ പ്രത്യേകിച്ചും എന്റെ അരക്കെട്ടിന് എന്തൊരു ഭംഗിയാണ് എന്ന് പറയാൻ വേണ്ടിയാണോ എന്ന് തോന്നുമാറ് ഹാരമണിഞ്ഞു വന്നു നിന്നു എന്ന് ഭാവനയിൽ കൊണ്ടുവരാണ് നാരായണ ഭട്ടതിരി. അതായത് ഒരു ഗോപര തരുണി മുത്തുമാലയാണ് നിതംബ പ്രദേശത്ത് അരക്കെട്ടില് അണിഞ്ഞത്, അരഞ്ഞാണെടുത്ത് കഴുത്തിലും അണിഞ്ഞു. അല്ലയോ ദേവ, ആ സുന്ദരി തന്റെ അരക്കെട്ടിന് പ്രത്യേകിച്ചും ഹാരിത്വമുണ്ട്, മനോഹാരിത്വമുണ്ട് എന്ന് പറയാതെ പറയുകയാണോ എന്ന് തോന്നുമെന്ന്. എന്റെ അരക്കെട്ടിനുള്ള ഭംഗി നോക്കൂ എന്ന് പറയുന്നതിന് വേണ്ടിയാണോ എന്ന് തോന്നുമാറ് എന്ന്. ഹാരമുള്ളത് ഹാരി എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ട് പറഞ്ഞു, അരക്കെട്ടിൽ മുത്തുമണിമാല അണിഞ്ഞു, അവളുടെ അരക്കെട്ട് മനോഹരമാണെന്ന് വിളിച്ചോതുന്നത് പോലെ എന്ന്. അതാണ് അവിടെ. അങ്ങക്ക് അറിവാനായി അവൾ മുഗ്ധമുഖി നിഷ്കളങ്കയായിട്ട് അങ്ങയോട് വ്യക്തമായിട്ട് പറയുവാനോ എന്ന് തോന്നുമാറ് ആ മുത്തുമണിമാല അരക്കെട്ടിൽ അണിഞ്ഞുവോ എന്ന്. ഇവിടെ എന്താണ്? കാചന ഹാരം നിതംബഭുവി കാഞ്ചീം കണ്ഠഭുവി ച ധാരയന്തി ദേവ ത്വാം സമാഗത. അതാണ് മെയിൻ. ഒരുത്തി മുത്തുമണിമാല അരയിൽ കെട്ടി അരഞ്ഞാണം കഴുത്തിൽ കെട്ടി അങ്ങയുടെ അടുത്തേക്ക് വന്നു. അത് കണ്ടാൽ തോന്നും മുഗ്ധമുഖി, ആ സുന്ദരി നിഷ്കളങ്ക രൂപമുള്ളതായ അവൾ ആത്മജഘനസ്യ വിശേഷാത് ഹാരിത്വം, തന്റെ അരക്കെട്ടിന്റെ മനോഹാരിതത്വം മുകുന്ദ തുഭ്യം വ്യക്തം ഭാഷേ ഖലു, ഇവ അങ്ങക്ക് വ്യക്തമായി അറിയിക്കുവാനാണോ എന്ന് പറഞ്ഞ് കവിയുടെ എന്താണ് കവിത്വം കാണിച്ചതാണ്. ഹാരം നിതംബഭുവി കാചന ധാരയന്തി കാഞ്ചീം ച കണ്ഠഭുവി ദേവ സമാഗതാ ത്വാം ഹാരിത്വമാത്മജഘനസ്യ മുകുന്ദ തുഭ്യം വ്യക്തം ഭാഷൈവ മുഗ്ധമുഖി വിശേഷാത്. അടുത്തവൾ എന്ത് ചെയ്തു വെച്ചാൽ അതാണ് അധികരസം. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹദഃ പരവധൂ വിരലക്ഷ്യമാണ ത്വാമായയൗ പര നിരുപമ പ്രണയാധിപാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. അവിടെ പറയണ കാചിത് വേറൊരുതി, കുചേ പുനഃ അസജ്ജിത കഞ്ചുളീക വ്യാമോഹദഃ പരവധൂഭിഃ അലക്ഷ്യമാണ ത്വാം ആയയൗ നിരുപമ പ്രണയാധിപാര രാജ്യാഭിഷേക വിധയേ കലശീധര ഇവ. അടുത്തതിൽ പറയാണ് കഞ്ചുളി ധരിച്ചില്ലാന്ന്. കാചിത് ഒരുവൾ, പുനഃ എന്ത് ചെയ്തു? വ്യാമോഹത, വ്യാമോഹം കൊണ്ട്, മോഹം കൊണ്ട്, എന്താണ് പറയാ, ഒരുതരം പരിഭ്രമം, സംഭ്രമം, അന്താളിപ്പ് എന്നൊക്കെ പറയില്ലേ, ആ അന്താളിപ്പ് കൊണ്ട് കുചേ തന്റെ മാറിടങ്ങളിൽ അസജ്ജിത കഞ്ചുളീക, ആ മാറിടം മറയ്ക്കാനുള്ള കച്ച കെട്ടാതെ തന്നെ വ്യാമോഹത എന്നാണ്, മറ്റുള്ളവരാരും അറിയാത്തത് കൊണ്ട് പരവധൂഭിഹി അലക്ഷ്യമാണ്. കാരണം രണ്ടാമത്തെ വ്യാമോഹത എന്ന് പറഞ്ഞപ്പോ വേണുഗാനം കൊണ്ട് മോഹിച്ചിട്ട്, ആദ്യത്തെ വ്യാമോഹം എന്ന് പറഞ്ഞപ്പോ പരിഭ്രമത്തില്. രണ്ട് വ്യാമോഹമാണ് അവിടെ അല്ലേ. വ്യാമോഹത എന്നുള്ള രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാം. വ്യാമോഹം കൊണ്ടാണ് അവൾ ഓടി വന്നത്, പരിഭ്രമം കൊണ്ട്, അന്താളിപ്പ് കൊണ്ട് മുലക്കച്ച കെട്ടാതെ വന്നു. പക്ഷെ വേറൊരു സത്യം പറഞ്ഞു, വ്യാമോഹന, ആ മുരളീഗാനം കേട്ടിട്ടുള്ള മോഹം കാരണം അവൾ എന്ത് ചെയ്തു? പരവധൂഭിഹി അലക്ഷ്യമാണ്. മറ്റു സ്ത്രീകളൊക്കെ കാണാതെ വരുന്നത്, കണ്ടിരുന്നെങ്കിലൊന്ന് ഓർമ്മിപ്പിച്ചേനെ അല്ലേ. അവരാരെയും കാണാണ്ടാണ് വരണത് ഭഗവാനെ കാണാൻ. അതുകൊണ്ട് ആരും കാണാതെ വന്നു. അതെങ്ങനെ വന്നു എന്ന് ചോദിക്കണ. നിരൂപമ പ്രണയാധിപാര, നിരൂപമാണ് അവളുടെ പ്രണയം, എതിരില്ലാത്തതും. പ്രണയം അത് അതിഭാരമാണ്, കഠിനമായ പ്രണയവും ഉള്ളതായ രാജ്യാഭിഷേക വിവയെ, പ്രണയ രാജ്യത്തിൽ, ഭഗവാന്റെ പ്രണയ സാമ്രാജ്യത്തില് ഭഗവാന് അഭിഷേക വിധയെ, പ്രണയ സാമ്രാജ്യത്തിലെ അധിനായകനായി അഭിഷേകം ചെയ്യാൻ വേണ്ടി കലശീധരായവ, കലശങ്ങൾ എടുത്തുകൊണ്ടുവന്നുവോ എന്ന് തോന്നും. അതായത് ഭഗവാനെ എതിരില്ലാത്തതുമായ ആ പ്രണയ സാമ്രാജ്യത്തിൽ കുടിയിരുത്തി ഭഗവാനെ പ്രണയ സാമ്രാജ്യത്തിലെ സമ്രാട്ടായി അഭിഷേകം ചെയ്യുവാൻ വേണ്ടി കലശങ്ങളും എടുത്തുകൊണ്ട് വന്നുവോ എന്ന് തോന്നുമാറ്
അവൾ പരിഭ്രമത്തിൽ അന്താളിപ്പിൽ തന്റെ സ്ഥലങ്ങളെ മറയ്ക്കുന്ന കച്ചകൾ പോലും കെട്ടാതെ ഓടി വന്നു. താം ആയയോ, അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നു എന്ന്. വ്യാമോഹതഹാന്ന് രണ്ടിടത്തിൽ അന്വയിക്കാം. ഒരിടത്തിൽ പറയാം പരിഭ്രമം കൊണ്ട് അന്താളിച്ചവള്, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞില്ല, അവള് വേഗം ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് ഇടാൻ പുറപ്പെട്ടതാ, പിന്നെ ഇട്ടില്ല അങ്ങോട്ട് പോകുന്നു, അത്ര മട്ടം അതങ്ങനെ നിൽക്കുന്നു. മറ്റൊരു തരത്തില് വ്യാമോഹതഹ എന്ന് പറഞ്ഞാൽ മുരളീരവമോഹിതാസ്തേ, മുരളീരവമോഹിതം, മുരളീരവം കൊണ്ട് മോഹിച്ചുപോയി. ആ സമയത്ത് അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായില്ല. കൂട്ടുകാരികൾ ആരും കാണാതെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നീ കഞ്ചുകം ധരിച്ചിട്ടില്ലെന്ന് പറയുമായിരുന്നു. അവരാരും കാണാണ്ട വന്നത്. അപ്പൊ അതിനെ കവി വ്യാഖ്യാനിക്കുകയാണ്. എന്താണ്? പ്രേമ സാമ്രാജ്യത്തിൽ സാമ്രാജ്യാഭിഷേകം ഭഗവാന് ചെയ്യുവാനായി കലശവും കൊണ്ട് അഭിഷേക ജലവും കൊണ്ട് വന്നതുപോലെ ഇവൾ കലശീധരയെ പോലെ കച്ച പോലും കെട്ടാത്തതായ സ്ഥലങ്ങളോടുകൂടി വന്നു ചേർന്നു എന്ന്. അതിങ്ങനെ ഉത്പ്രേക്ഷ ഊഹം. എന്ത്? ഭഗവാന്റെ പ്രേമ സാമ്രാജ്യത്തിലെ സാമ്രാജ്യാക്കി വാഴിക്കുവാനായി അവൾ കലശങ്ങൾ കൊണ്ട് വന്നുവോ എന്ന് തോന്നും എന്ന്. അത് ഊഹം. മറ്റേതെന്താണ്? വ്യാമോഹതഹാന്ന് രണ്ടിടത്തിൽ അന്വയിക്കാം. ഒരിടത്തില് പരിഭ്രമത്തില് കണ്ണു കാണാത്തവളായി എന്ത് ചെയ്യണം എന്നറിയാതെ ഓടി വന്നു എന്ന്. മറ്റൊരു തരത്തില് വ്യാമോഹതഹ എന്ന് വെച്ചാൽ മുരളീരവമോഹിതയായി അവൾക്ക് സ്ഥലകാല ബോധം ഉണ്ടായില്ല എന്നർത്ഥം. ഒരു ഗോപതരുണി എന്തെന്നില്ലാത്ത പരിഭ്രമത്തിൽ തന്റെ കച്ച പോലും കെട്ടാതെ മറ്റു തരുണിമാർ കണ്ടറിയുകയും ചെയ്യാതെ എതിരില്ലാത്തതായ എന്താണ് പ്രണയഭാരം, കനത്ത പ്രണയമാകുന്ന രാജ്യത്തിൽ അങ്ങയെ അഭിഷേകം ചെയ്യുവാനായി കലശങ്ങളെ എടുത്തു കൊണ്ടുവന്നുവോ എന്ന് തോന്നുമാറ് അങ്ങയുടെ അടുത്തേക്ക് ഓടി വന്നു. ഇതാണ് അർത്ഥം. കാചിത് പുനഃ വ്യാമോഹദഃ കചേ കുചേനാണ് കേട്ടാ. കുചേ സ്ഥലത്തിൽ അസജ്ജിത കഞ്ചുളീക പരവധൂവിഹി അലക്ഷ്യമാണ് നിരുപമ പ്രണയാദിപാര രാജ്യാഭിഷേക വിധയേ കലശീധര ഇവ ത്വാം ആയയോ. നിരുപമമായ അതിരില്ലാത്തതായ പ്രണയ സാമ്രാജ്യത്തിൽ അങ്ങയെ അഭിഷിക്താൻ ആഗ്രഹിക്കുന്നവളോ എന്ന് തോന്നുമാ. ആഗ്രഹിക്കുന്നവൾ കലശങ്ങളെയും എടുത്തുകൊണ്ടുവരികയാണോ എന്ന് തോന്നുമാറ് പരിഭ്രമത്തിൽ മുലക്കച്ച പോലും കെട്ടാത്തവളായിട്ട് ഒരുവൾ ഓടി വന്നു. ഇതാണ് അർത്ഥം. കാചിത് പുനഃ വ്യാമോഹദഃ കുചേ അസജ്ജിത കഞ്ചുളീക പരവധൂവിഹി അലക്ഷ്യമാണ് നിരുപമ പ്രണയാദിപാര രാജ്യാഭിഷേക വിധയേ കലശീധര ഇവ ത്വാം ആയയോ. കാചിത് കുചേ പുനരസജ്ജിത കഞ്ചുളീക വ്യാമോഹദ പരവധൂവിരലക്ഷ്യമാണ് ത്വാമായയോ നിരുപമ പ്രണയാദിപാര രാജ്യാഭിഷേക വിധയേ കലശീധരേവ. ഇനി അടുത്ത ശ്ലോകം പറയുന്നു. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യഃ ത്വമേവ ദേവഹൃദയേ സുഹൃദം വിഭവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനുധന്യധന്യാഃ. അല്ലെ, നമ്മള് ഈ പ്രപജ്ഞാനുഗ്രഹത്തിൽ കണ്ടു ഗൃഹീതഹസ്ത ദൈതേന യച്വന എന്ന്. പോകരുതെന്ന് പറഞ്ഞ് ഭർത്താവ് പിടിച്ചു നിർത്തി. ഒരുവൾ എന്ത് ചെയ്തു? ഭഗവാനെ മനസ്സിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഭഗവാനിൽ സുഹൃതിന്യസൗ, അവൾ സുഹൃതിയാണെന്നാ പറഞ്ഞത്. ഇതേ സംഭവം ഈ ഗോപികമാർക്കും ഉണ്ടായിത്രേ. കാശ്ചിത് ചിലര് ഗൃഹാത് നിരേതുമപാരയന്ത്യഃ കണ്ണുകെട്ടിച്ച് പുറത്തു വരാൻ പറ്റില്ല. ഗൃഹാത് വീട്ടിൽ നിന്നും നിരേതും പുറത്തേക്ക് കിടക്കുവാൻ അപാരയന്ത്യഃ. കാശ്ചിത് ഗൃഹാത് കില നിരേതും അപാരയന്ത്യഃ ത്വാം ഏവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരചിത് സുഖരൂപം ഏകം ത്വാം ആവിശൻ പരം ഇമാഹ നനു ധന്യധന്യാഃ. കാശ്ചിത് ചിലര് ഗൃഹാത് നിരേതും അപാരയന്ത്യഃ കില വീട്ടിൽ നിന്നും പുറത്തേക്ക് വരാൻ കഴിവില്ലാത്തവരായി തീർന്നു. ദേവ ത്വാമേവ ഹൃദയേ സുദൃഢം വിഭാവ്യ അങ്ങയെ തന്നെ ഹൃദയത്തിൽ ദൃഢമായിട്ട് അങ്ങോട്ട് മനസ്സിൽ കരുതി സങ്കല്പിച്ചു. ദേഹം വിധൂയ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പരചിത് സുഖരൂപമേകം, പരചിത് സ്വരൂപം, ചിത് സ്വരൂപം ജ്ഞാനസ്വരൂപം, ജ്ഞാനാനന്ദ സ്വരൂപനായിട്ടുള്ള
അതെങ്ങനെ? ഏകം അദ്വിതീയനായി ഒന്നു മാത്രമുള്ളതായ ത്വാം അങ്ങയെ ആവിശത് പ്രാപിച്ചു. നനു ഇമാഹ ആവിശൻ എന്നാണ് ബഹുവചനം. ഇമാഹ കുറച്ചുപേര്. ഇമാഹ പരം ധന്യധന്യാഹ അവർ അത്യന്തികം ഭാഗ്യശാലികളാണ്. ഭഗവാനെ കാണാൻ വന്ന ഗോപികമാരെക്കാളും ഭാഗ്യശാലികൾ അവരാണ്. അതാണ് ഇമാഹ നനു ധന്യധന്യാഹ എന്ന് പറഞ്ഞു. അതായത് ചില ഗോപികമാര് വീട്ടിൽ നിന്നും പുറപ്പെട്ടു, പക്ഷെ അവർക്ക് പുറപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ അങ്ങയെ തന്നെ ഹൃദയത്തിൽ നല്ല ഉറപ്പോടെ ധ്യാനിച്ച് ഈ ഭൗതിക ശരീരമേ വെടിഞ്ഞുപോയി. അങ്ങനെ പരജിത് സ്വരൂപമായിട്ടുള്ള, ജ്ഞാനസ്വരൂപമായിട്ടുള്ള, പരമാനന്ദ സ്വരൂപമായിട്ടുള്ള അങ്ങയെ തന്നെ ലയിച്ചു ചേർന്നു. അവരാണ് കൂടുതൽ ധന്യർ എന്നാണ് അർത്ഥം. കാശ്ചിത് ഗൃഹാത് നിരേതും ചിലര് വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുവാൻ അപാരയന്ത്യ കഴിവില്ലാത്തവരായി, സാധിക്കാത്തവരായി. ദേവ ത്വാമേവ ഹൃദയേ സുദൃഢം വിഭാവ്യ അങ്ങയെ തന്നെ ഹൃദയത്തിൽ ദൃഢമായിട്ട് അങ്ങോട്ട് വിഭാവനം ചെയ്ത് ദേഹം വിധൂയ ദേഹത്തെ വെടിഞ്ഞ് പരജിത് സുഖരൂപം ഏകം പരജിത് സ്വരൂപമായിട്ടുള്ള ഒന്നായ അങ്ങയെ, അതായത് സച്ചിദാനന്ദ സ്വരൂപമായ കേവല ആനന്ദ സ്വരൂപനായ അങ്ങയെ ആവിശന്ന് പ്രാപിച്ചു, അതായത് മുക്തി നേടി. നനു ഇമാഹ പരം ധന്യധന്യ ഇവരാണ് കൂടുതൽ ധന്യർ. കാശ്ചിത് ഗൃഹാത് നിരേതും അപാരയന്ത്യ ദേവ ത്വാമേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപം ഏകം ത്വാം ആവിശൻ നനു പരം ധന്യധന്യാഹ. കാശ്ചിത് ഗൃഹാത് കില നിരേതുമപാരയന്ത്യഃ ത്വാമേവ ദേവ ഹൃദയേ സുദൃഢം വിഭാവ്യ ദേഹം വിധൂയ പരജിത് സുഖരൂപമേകം ത്വാമാവിശൻ പരമിമാനനു ധന്യധന്യാഹ. അപ്പൊ ഇവിടെ ചോദിക്കാണ്, ഇവരെങ്ങനെയാണ് നമ്മളുടെ ഭാഗവതത്തില് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കണം. ഇവിടെ ഇവരെങ്ങനെയാണ് ഭഗവാനെ സമീപിച്ചത്? ഭഗവാനാണെന്നും സച്ചിദാനന്ദ സ്വരൂപനാണെന്നും വിചാരിച്ചിട്ടല്ല അവർ പോയത്. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രുതമശ്നവീയ. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യഃ നാര്യഃ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശപരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹൻ അമൃതം അശ്രമം അശ്നുവീയ. നാര്യഃ ഈ സ്ത്രീകള് പരമാത്മതയാന പരമാത്മാവാണെന്ന് വിചാരിച്ചല്ല അങ്ങേ കാണാമെന്നത്. ജാരാത്മന സ്മരന്ത്യഃ തനിക്കൊരു ജാരൻ എന്ന നിലയിലാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. തന്റെ കാമുകനെ കാണാനാണ് എല്ലാവരും പുറപ്പെട്ടത്, അല്ലാണ്ട് പരമാത്മ സ്വരൂപത്തിനെ പ്രാപിക്കാനല്ല അവർ പുറപ്പെട്ടത്. പക്ഷേ ക്ഷണേന അധികം വൈകാതെ തന്നെ പരമഹംസഗതിം ഗതാഃ യോഗിഗമ്യമായ പദവിയെ പ്രാപിച്ചു. യോഗികൾക്ക് പോലും കിട്ടാക്കനിയായ ഭഗവാനെ ഇവർ പ്രാപിച്ചു. എന്താ കാരണം? പ്രകാശ പരമാത്മതനും തം തെളിഞ്ഞ പരമാത്മസ്വരൂപ കൂടിയ അങ്ങയെ കഥഞ്ചിത് ഏതു തരത്തിലായാലും ചിത്തേ വഹന് മനസ്സിൽ ആരാണോ വഹിച്ചുകൊണ്ടേയിരിക്കുന്നത് ആശ്രമം പ്രയാസമില്ലാതെ അമൃതം അശ്നവീയ അവർ അനശ്വരത്വത്തെ പ്രാപിക്കും. അതിലെ ഏത് ഭാവത്തിലായാലും ഏത് ചിന്തയിലായാലും വിരോധമില്ല, ഭഗവാനെ അനുസന്ധാനം ചെയ്യണം എന്നാണ് അല്ലെ. ഗോപ്യകാമാത് എന്നാണ് പറഞ്ഞത്. ഗോപിമാര് കാമം കൊണ്ടാണ് ഭഗവാനെ പ്രാപിക്കാൻ പുറപ്പെട്ടത് അല്ലെ. കംസഹ ഭയാത് കംസൻ പേടിച്ചിട്ടാണ് ആ സീന സംവിശൻ അടന്നെ ഭുഞ്ചാനഹ എപ്പോഴും ഭഗവാനെ തന്നെ ചിന്ത സർവം വിഷ്ണുമയം ജഗതായിട്ട് കണ്ടു ഇല്ലേ. ഈ യുധിഷ്ഠിരാദികള് സഖീഭാവത്തിലാണ് ഭഗവാനെ കണ്ടത്, ചൈത്യാദികള് ശത്രുഭാവത്തിലാണ് ഭഗവാനെ കണ്ടത് അല്ലെ. ആരെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല പ്രശ്നം, ഏതു സമയവും ഭഗവാനെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇവിടെ കാമാത്മതയാ കാമം കൊണ്ട് ജാരാത്മതയാ എന്നാ പറഞ്ഞത്. ജാരാത്മന ജാരൻ എന്നുള്ള ചിന്തയിലാണ് സ്മരന്തക തന്റെ കാമുകനാണ് ഭഗവാൻ എന്നുള്ള മട്ടിലാണ് ദേവിമാര്
ഈ ഗോപികമാര് കാമിച്ചത്. പരമാത്മാവാണെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല ഭഗവാനെ പ്രാപിക്കാൻ അവർ പുറപ്പെട്ടത്. തങ്ങൾക്കൊരു ചാരൻ, തനക്കൊരു കാമുകൻ എന്നുള്ള മട്ടിൽ കൃഷ്ണനെ അവർ കണ്ടു. എന്നാലും എന്തുണ്ടായി? ക്ഷണേന, അധികം വൈകാതെ തന്നെ പരമഹംസഗതിം, ആ പരമഹംസന്മാരുടെ ഗതിയായ ആ കൈവല്യമുക്തിയെ ആബുഹു പ്രാപിച്ചു. എന്താ കാരണം? പ്രകാശ പരമാത്മതനും തം ത്വാം, പ്രകാശം കൊണ്ടുള്ള പരമാനന്ദ സ്വരൂപനായ അങ്ങയെ കഥഞ്ചിത്, ഏതു തരത്തിലായാലും ചിത്തേ വഹന്, മനസ്സിൽ ധരിക്കുന്നവൻ, ആശ്രമം, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അമൃതം അശ്നുവീയ, അമൃതത്തെ അനുഭവിക്കാറാകുമോ, ആകുമല്ലോ എന്ന്. അതായത് പരമഹംസന്മാര് അല്ലെ നിത്യാനിത്യ വിവേകം സിദ്ധിച്ചവരാണ്. നിത്യവസ്തു എന്ത്, അനിത്യവസ്തു എന്ത് എന്ന് അവർക്കറിയാം. അങ്ങനെ പരമാത്മാവാരാണ്, ദേഹം എന്താണെന്ന് ആത്മാവിവേചനം ചെയ്തവരാണ്. അങ്ങനെയുള്ള അങ്ങയെ പിന്നെന്താണ്? കഥഞ്ചിത്, പ്രയാസപ്പെട്ട് എന്നർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം. കഥഞ്ചിതാണ് അവർ എത്തുന്നത്. അത് വേണമെങ്കിൽ അങ്ങോട്ട് കേൾക്കാം. ഈ പരമാത്മനിവേദനം ചെയ്യുന്നവര് വളരെ പാടുപെട്ടിട്ട് ഭഗവത്വത്തെ പ്രാപിക്കുന്നത്. മനസ്സൊടുക്കണം, ഇന്ദ്രിയങ്ങളെ ഒടുക്കണം, വിശപ്പൊടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്നിട്ട് വേണം ഭഗവാനെ പ്രാപിക്കാൻ അല്ലേ? ഇവര് ആശ്രമം ഒരു പ്രയാസവും ഇല്ലാതെ ഭഗവന്തമസ്നുക എളുപ്പത്തിൽ എത്തിച്ചു. ഇവരെത്തിയതോ എന്നാൽ ഇവർ പരമാത്മാവാണെന്ന് വിചാരിച്ചിട്ടാണോ അങ്ങയുടെ അടുത്തേക്ക് വന്നത്? ജാരാത്മന, ജാരനാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ എന്താ ഗുണം? അവർ ഏതു നേരത്തും ഭഗവത് സ്മരണയല്ലാതെ മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ പരമഹംസഗതി ലഭിച്ചത് എന്ന്. നാര്യ പരമാത്മതയാ ന ജാരാത്മനാ സ്മരന്ത്യഃ ക്ഷണേന പരമഹംസഗതിം ഗതാഃ. സ്ത്രീകള്, നാര്യഹ എന്ന് പറഞ്ഞു, നിസ്സാരായിട്ട് പറഞ്ഞു. നാരികള് എന്നാ പറഞ്ഞു, ഗോപികമാരെന്ന് കൂടി പറഞ്ഞില്ല. ഗോപികമാരെന്ന് പറഞ്ഞ ഒരുപടി ഉയർന്നു ഇല്ലേ? വെറും നാരികള് അല്ലെ, അബലകള്. അവർക്ക് ഒരു ചിന്തയില്ല, വയ്ക്കണം, ഉണ്ണണം, തിന്നണം, ഇതേ വിചാരമുള്ളൂ. അങ്ങനെയുള്ള നാര്യകള് പരമാത്മാവ് എന്ന നിലയിലല്ല, ജാരാത്മാവ് എന്നുള്ള നിലയിലാണ് ചിന്തിച്ചത്. എന്നിട്ടും ക്ഷണേന പരമഹംസഗതിം ഗതാഃ, നിമിഷ നേരങ്ങൾക്കുള്ളിൽ പരമഹംസന്റെ ഗതിയെ പ്രാപിച്ചു, യോഗിഗമ്യ പദവിയെ പ്രാപിച്ചു. പ്രകാശ പരമാത്മതനും തം ത്വാം, തെളിഞ്ഞ പരമാത്മസ്വരൂപത്തോടു കൂടിയതായ അങ്ങയെ കഥഞ്ചിത്, ഏതു പ്രകാരത്തിലായാലും ചിത്തേ വഹന്, മനസ്സിൽ കരുതിക്കൊണ്ട് അശ്രമം അമൃതം അശ്നവീയ, പ്രയാസമില്ലാതെ തന്നെ മോക്ഷത്തെ, അമൃതത്തെ, നാശമില്ലാത്ത സ്ഥിതിയെ അനുഭവിക്കാൻ സാധിക്കും. അശ്നവീയ, അശ്നവീയ, അനുഭവിക്കാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. നാര്യഃ പരമാത്മതയാ ന ജാരാത്മന സ്മരന്ത്യഃ ക്ഷണേന പരമഹംസഗതിം ഗതാഃ. പ്രകാശ പരമാത്മതനും തം ത്വാം കഥഞ്ചിത് ചിത്തേ വഹന് ആശ്രമം അമൃതം അശ്നവീയ. ഇന്ന പ്രകാരത്തിൽ വേണമെന്നില്ല എന്നർത്ഥം. ഏത് പ്രകാരമായാലും ഭഗവാനെ തന്നെ സ്മരിച്ചാൽ മതി. സ്മരണ കൊണ്ട് നമുക്ക് ഭഗവത് പദത്തെ പോകാം. ജാരാത്മന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോ ഗതാഃ പരമഹംസഗതിം ക്ഷണേന തം ത്വാം പ്രകാശ പരമാത്മതനും കഥഞ്ചിത് ചിത്തേ വഹന്നമൃതമശ്രു അശ്രമമശ്നുവീയ. ഈ ദശകത്തിൽ മാത്രം 9 ശ്ലോകങ്ങളേ ഉള്ളൂ കേട്ടോ. അടുത്ത ശ്ലോകം കൂടി എടുക്കാം. എന്തായാലും അഭ്യാഗതാഭിരതിതോ വ്രജസുന്ദരീഭിഃ മുക്തസ്മിതാർദ്രവദനഃ കരുണാവലോകീ നിസ്സീമകാന്തി ജലധിസ്ത്വമവേക്ഷമാണോ വിശ്വൈകഹൃദ്യ ഹരമേ പവനേശരോഗാൻ. അഭ്യാഗതാഭിഃ അഭിതഃ വ്രജസുന്ദരീഭിഃ മുക്തസ്മിതാർദ്രവദനഃ കരുണാവലോകീ നിസ്സീമകാന്തി ജലധിഃ ത്വം അവേക്ഷ്യമാണഃ വിശ്വൈകഹൃദ്യ ഹര മേ പവനേശ രോഗാൻ. എന്താണ്? അഭിതഹാഭ്യാഗതാഭിഃ. 1 ആള് വന്നു, 2 ആള് വന്നു, 3 ആള് വന്നു, 133 കോടിയാണ് ആരാണ്? ഗോപികമാർ. ആരാരും കാണാതെ വന്നത്. അതാ രസം. ഒരാൾ വരുന്നത് ഒരാൾ കണ്ടിട്ടില്ല. പക്ഷെ എല്ലാവരും മുരളീരവ മോഹിതാഹ, മുരളീരവ മോഹിതരായിട്ട് എല്ലാവരും വന്നു. അങ്ങനെ അഭിതഹ 4 പാടും വന്നു നിന്നു. അഭ്യാഗതാഭിഃ
ചുറ്റും വന്ന് നിന്നു. ആരാണ്? വ്രജസുന്ദരീഭിഹി. ആ വ്രജസുന്ദരിമാര് വന്ന് വളഞ്ഞു ഭഗവാനെ. അപ്പൊ എന്ത് ചെയ്തു? മുഗ്ധസ്മിതാർദ്രവദനഃ, മുഗ്ധമായിട്ട്, പരിഹാസത്തോടെ എല്ലാം അർത്ഥം, നിഷ്കളങ്കമായിട്ടുള്ള ആ സുന്ദര മന്ദഹാസം കിനിയുന്ന വദനം, മുഖമുള്ളവനും, കരുണാവലോകി, കരുണാകടാക്ഷത്തോടുകൂടി നോക്കുന്നവനും, നിസ്സീമകാന്തി ജലദിഹി, സീമമില്ലാത്ത, അതിരില്ലാത്ത കാന്തി, സൗന്ദര്യം, അതിന്റെ ജലധിയാണ്. കാന്തി വിശേഷം നിറഞ്ഞു തുളുമ്പുന്നവെന്നർത്ഥം. നിസ്സീമ കാന്തി ജലധി, കാന്തികളൊക്കെ കൂടെ ഒരു സമുദ്രമായി നിന്നാ എങ്ങനെ, അതുപോലെ സൗന്ദര്യത്തിടമ്പായിട്ട് അവേക്ഷ്യമാണഹാത്വം, മറ്റുള്ളവരാൽ നോക്കിക്കാണപ്പെടുകയാണ്. അങ്ങനെയുള്ള അവരിങ്ങനെ കണ്ണിമറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഭഗവാന്റെ സൗന്ദര്യത്തിനെ കണ്ണുകളെ കൊണ്ട് പാനം ചെയ്യുകയാണ്. അങ്ങനെ വിശ്വൈക ഹൃദ്യ, എല്ലാവർക്കും ഹൃദ്യൻ, എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ ഹേ പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ, മേ രോഗാൻ ഹര, എന്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തീർത്തു എന്ന്. അതായത് മുഗ്ധസ്മിതാർദ്രവദനഃ എന്ന് പറഞ്ഞതിന് അടുത്തതിൽ പരിഹസിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് മുമ്പേ പറഞ്ഞത്. അഭീഷ്ടപൂർത്തി, കരുണാവലോകി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തിന്റെ നോട്ടമുള്ളവനാ, കാരുണ്യ ദൃഷ്ടിയുള്ളവനാ. എല്ലാ തരത്തിലും അഭീഷ്ടപൂർത്തിയെ തരാം, നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തും തരാം എന്നുള്ള മട്ടിൽ നിൽക്കുന്നവനും, നിസ്സീമ കാന്തി ജലദിഹി, കാന്തിയുടെ രൂപം ഉടലെടുത്തവൻ. നമ്മള് ഭക്തലോകഗമനീയ കമനീയ കൃഷ്ണ പാടും. കമനീയനാണ്, ആരെയും തന്നിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന സൗന്ദര്യം. അങ്ങനെ സൗന്ദര്യമുള്ളവനായ ആ ഭഗവാൻ എന്ത് ചെയ്തു? അങ്ങനെയുള്ള ഭഗവാനല്ലേ അങ്ങ് വിശ്വൈക ഹൃദയൻ, എല്ലാവരുടെ ഹൃദയത്തിനും പ്രിയനായിട്ടുള്ളവനാ. അപ്പൊ എന്റെ ഹൃദയപ്രിയം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എന്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തീർക്കണം. അതുകൊണ്ട് ഹേ പവനേശ മേ രോഗാൻ ഹര, എന്റെ രോഗങ്ങളെ ഇല്ലാതാക്കി തീർക്കൂ. അതായത് ഇരുവശത്തുമായി നേരിട്ട് വന്ന ഗോപസ്ത്രീകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്നവനും, കാരുണ്യത്തോടുകൂടി നോക്കുന്നവനും, സുന്ദര സ്മിതമായ വക്രാരവിന്ദത്തോടു കൂടിയവനും, ആ കാന്തി വിശേഷം മുഴുവൻ ഒന്നിച്ചു നിൽക്കുന്നവനുമായ സൗന്ദര്യത്തിടമ്പായ അങ്ങയെ നോക്കിക്കാണുന്നതായ അങ്ങ് എല്ലാവർക്കും ഒരേ തരത്തിൽ ഹൃദയപ്രിയത്തെ കൊടുത്തു. അതാണ് പ്രത്യേകത. ഭഗവാൻ എല്ലാവരുടെ ഒരേപോലെ പെരുമാറും, ഒരാളോട് കൂടുതൽ കുറവ് തന്നില്ല. ആ നിലയ്ക്ക് നിന്നില്ലേ അങ്ങനെയുള്ള അങ്ങ് ലോകത്തിന് മുഴുവൻ ഹൃദ്യനല്ലേ, എന്റെയും ഹൃദ്യനായി എന്റെ രോഗങ്ങളെ മാറ്റിത്തരും. ഇതാണ് പ്രാർത്ഥന. അഭിതഃ അഭ്യാഗതാഭിഹി വ്രജസുന്ദരീഭിഹി മുഗ്ധസ്മിതാർദ്രവദനഃ കരുണാവലോകി നിസ്സീമ കാന്തി ജലധിഹി. അതിരറ്റ സൗന്ദര്യത്തിടമ്പ് എന്ന് പറയാനാണ് ജലധി എന്നടുത്ത്. സമുദ്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താണ്? നിറഞ്ഞു കുളുമ്പുന്ന സമുദ്രം പോലെ നിറഞ്ഞു തുളുമ്പുന്ന കാന്തിയുള്ളവെന്നർത്ഥം. വിശ്വൈക ഹൃദയ, എല്ലാവരുടെ ഹൃദയത്തിനും പ്രിയനായിട്ടുള്ള ഹേ പവനേശ, അല്ലയോ ഗുരുവായൂരപ്പ, മേ രോഗാൻ ഹര, എന്റെ രോഗങ്ങളെയും ഇല്ലാതാക്കി തരണം. അഭിതഃ അഭ്യാഗതാഭിഹി വ്രജസുന്ദരീഭിഹി മുഗ്ധസ്മിതാർദ്രവദനഃ കരുണാവലോകി നിസ്സീമ കാന്തി ജലധിഹി അവേക്ഷ്യമാണഃ ത്വം വിശ്വൈക ഹൃദ്യ പവനേശ മേ രോഗാൻ ഹര. അഭിതഃ അഭ്യാഗതാഭിഹി വ്രജസുന്ദരീഭിഹി മുഗ്ധസ്മിതാർദ്രവദനഃ കരുണാവലോകി നിസ്സീമ കാന്തി ജലധിഹി അവേക്ഷ്യമാണഃ ത്വം വിശ്വൈക ഹൃദ്യ പവനേശ മേ രോഗാൻ ഹര. ഹരതു ഹരതാം ഹരന്തു ഹര എന്ന ലോട്ട് മധ്യമ പുരുഷൻ. അവലോകി, നോക്കിക്കാണുന്നവൻ എന്നാണ്. അഭ്യാഗതാഭിരവിതോ വ്രജസുന്ദരീഭിഹി മുഗ്ധസ്മിതാർദ്രവദന കരുണാവലോകി നിസ്സീമ കാന്തി ജലധിസ്ത്വമവേക്ഷ്യമാണോ വിശ്വൈക ഹൃദ്യ ഹരമേ പവനേശ രോഗാൻ. അങ്ങനെ പറഞ്ഞ് രാസക്രീഡയിലെ ഒരു ദശകം എടുത്തു. രാസപഞ്ചാധ്യായിയാണ് ശരിക്കും 5 ഒന്നിച്ചു വേണ്ടതാണ്. നമുക്ക് പിന്നെ നാരായണീയം ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അടുത്ത ആഴ്ചയില് ബാക്കി 3 നമുക്ക് നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം.
ബ്രഹ്മചിന്തയേകണം മനസ്സ് ശുദ്ധമാകണം നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ